السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്ന് ഞാൻ വിവരിക്കുന്ന ബദരി സഹാബാക്കളിൽ ആദ്യത്തെ പേര് ഹസ്രത്ത് ഖിറാഷ് ബിൻ സിമ്മ അൻസാരി എന്നാണ്. ഹസ്രത്ത് ഖിറാഷ് ഹസ്റജിന്റെ ശാഖയായ ബനു ജംഷ് ആയാണ് ബന്ധം. അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര് ഉമ്മെ ഹബീബ് എന്നായിരുന്നു. ഹസ്രത്ത് ഖിറാഷിന്റെ സന്താനങ്ങൾ സലമ, അബ്ദുറഹ്മാൻ, ആയിഷ എന്നിവരായിരുന്നു. ഹസ്രത്ത് ഖിറാഷ് ബദർ, ഉഹദ് യുദ്ധങ്ങളിൽ പങ്കെടുത്തു. ഉഹദ് ദിവസം അദ്ദേഹത്തിന് 10 മുറിവുകൾ ഉണ്ടായി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പ്രഗത്ഭരായ അമ്പെയ്ത്തുകാരിൽ ഉൾപ്പെട്ടിരുന്നു. ബദർ യുദ്ധത്തിൽ ഹസ്രത്ത് ഖിറാഷ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മരുമകനായിരുന്ന അബുൽ ആസിനെ ബന്ദിയാക്കി, അതായത് യുദ്ധ തടവിലാക്കുകയുണ്ടായി. രണ്ടാമതായി വിവരിക്കുന്ന സഹാബിയുടെ പേര് ഉബൈദ് ബിൻ തയ്ഹാൻ എന്നാണ്. ഹസ്രത്ത് ഉബൈദ് ബിൻ തഹിയാന്റെ പേര് അതീഖ് ബിൻ തഹിയാൻ എന്നും പറയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര് ലൈല ബിന്ത് അനീഖ് എന്നാണ്. അദ്ദേഹത്തിന്റെ പിതാവ് അബു ഹൈസിൻ ലൈആന്റെ സഹോദരനായിരുന്നു. ബനു അബ്ദുൽ അഷ്അലിന്റെ ഉടമ്പടിയിൽ ഏർപ്പെട്ടിരുന്നു. ഹസ്രത്ത് ഉബൈദ് 70 അൻസാറുകളോടൊപ്പം ബൈഅത്ത് അഖബയിൽ പങ്കെടുത്തിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനും ഹസ്രത്ത് മസൂദ് ബിൻ റബീനുമിടയിൽ സാഹോദര്യ ബന്ധം സ്ഥാപിച്ചു. അദ്ദേഹം തന്റെ സഹോദരൻ അബുൽ ഹൈസമിനോടൊപ്പം ബദർ യുദ്ധത്തിൽ പങ്കെടുത്തു. അദ്ദേഹം ഉഹദ് യുദ്ധത്തിൽ ഷഹീദാക്കപ്പെട്ടു. അദ്ദേഹത്തെ ഇക്രിമ ബിൻ അബു ജഹലാണ് ഷഹീദാക്കിയത്. ഇതും പറയപ്പെടുന്നുണ്ട് അദ്ദേഹം സഫീൽ യുദ്ധത്തിൽ പോരാടിക്കൊണ്ടാണ് ഷഹീദാക്കപ്പെട്ടത്. അതിൽ ചെറിയ അഭിപ്രായ ഭിന്നതയുണ്ട്. എന്നിരുന്നാലും ഒരു സാമ്യത പുലർത്തുന്ന കാര്യം, 2 നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിലും അദ്ദേഹം ഷഹീദാക്കപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ സന്താനങ്ങളെ 2 ആൺമക്കൾ ഹസ്രത്ത് ഉബൈദുള്ള, ഹസ്രത്ത് അബാദ് എന്നിവരെ കുറിച്ച് പറയപ്പെടുന്നു. തബരിയുടെ അഭിപ്രായ പ്രകാരം ഹസ്രത്ത് അബാദിനും ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. എന്നാൽ ഹസ്രത്ത് ഉബൈദുള്ളയെ കുറിച്ച് പറയപ്പെടുന്നത് അദ്ദേഹം യമാമ യുദ്ധത്തിൽ ഷഹീദാക്കപ്പെട്ടു എന്നാണ്. ഇനി വിവരിക്കുന്ന സഹാബിയുടെ പേര് ഹസ്രത്ത് അബു ഹന്നാൻ മാലിക് ബിൻ അമർ എന്നാണ്. അബു ഹന്നാൻ അദ്ദേഹത്തിന്റെ വിളിപ്പേരായിരുന്നു. മാലിക് ബിൻ അമർ അദ്ദേഹത്തിന്റെ പേരായിരുന്നു. മുഹമ്മദ് ബിൻ
ഉമർ വാഖദി അദ്ദേഹത്തെ ബദറിൽ പങ്കെടുത്ത സഹാബാക്കൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേരിന്റെ കാര്യത്തിൽ അഭിപ്രായ ഭിന്നതകളുണ്ട്. ചില നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ പേര് ആമിർ സാബിത് ബിൻ നുഅ്മാൻ എന്നും വിവരിക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വിളിപ്പേര് അബു ഹബാർ, അബു ഹൈ എന്നും വിവരിച്ചിരിക്കുന്നു. എന്നാൽ മുഹമ്മദ് ബിൻ ഉമർ വാഖദി പറയുന്നു, അബു ഹന്നാൻ എന്ന വിളിപ്പേര് 2 ആളുകളെ കുറിച്ച് പറയപ്പെടുന്നുണ്ട്. ഒന്ന് ഹദ്രത്ത് അബു ഹബ്ബ ബിൻ റസിയ ബിൻ അമർ, 2 അബു ഹബ്ബ ബിൻ അമർ അൽ മഅസിനി. ഇവർ 2 പേരും ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നില്ല. ബദറിൽ പങ്കെടുത്തവരിൽ ആരുടെയും വിളിപ്പേര് അബു ഹബ്ബ എന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളിന്റെ പേര് അബു ഹന്ന എന്നായിരുന്നു. ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ വാദത്തിന് തെളിവ് നൽകുന്നു. അബു ഹന്ന എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വിളിപ്പേര്. ഇനി വിവരിക്കുന്ന സഹാബിയുടെ പേര് ഹദ്രത്ത് അബ്ദുല്ല ബിൻ സയ്യിദ് ബിൻ സാലബ എന്നാണ്. അദ്ദേഹം ഹദ്രത്ത് അബ്ദുല്ല ബിൻ സയ്യിദ് അൻസാരി എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ വിളിപ്പേര് ഹദ്രത്ത് അബു മുഹമ്മദ് എന്നായിരുന്നു. പിതാവിന്റെ പേര് ഹദ്രത്ത് സയ്യിദ് ബിൻ സാലബ എന്നായിരുന്നു. ഇദ്ദേഹവും സഹാബിയായിരുന്നു. അൻസാർ ഗോത്രമായ ഖദർജിന്റെ ശാഖയ ബനു ജഷമുമായാണ് അദ്ദേഹത്തിന്റെ ബന്ധം. അദ്ദേഹം ബൈഅത്ത് അഖബയിൽ 70 അൻസാറുകളോടൊപ്പം പങ്കെടുത്തു. ബദർ, ഉഹദ്, ഖന്ദഖ് എന്നീ എല്ലാ യുദ്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടൊപ്പം പങ്കെടുത്തു. മക്ക വിജയ സമയത്ത് അബു ഹാരിസ് ബിൻ ഖസ്റജിന്റെ പതാക അദ്ദേഹത്തിന്റെ പക്കലായിരുന്നു. ഹദ്രത്ത് അബ്ദുല്ല ബിൻ സയ്യിദ് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ അറബി എഴുതാൻ വശമുള്ള വ്യക്തിയായിരുന്നു. എന്നാൽ അക്കാലഘട്ടത്തിൽ അറേബ്യയിൽ എഴുത്ത് അറിയുന്നവർ വളരെ വിരളമായിരുന്നു. വളരെ കുറച്ചു പേർക്ക് മാത്രമേ എഴുതാൻ അറിയുമായിരുന്നുള്ളൂ. അത് അബ്ദുല്ല ബിൻ സയ്യിദിന്റെ സന്താനങ്ങൾ മദീനയിലാണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു മകന്റെ പേര് മുഹമ്മദ് എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ സദാ ബിന്ത് ഖുലയിൽ നിന്ന് ജന്മമെടുത്തു. പിന്നെ ഒരു മകൾ ഉമ്മെ ഉബൈദ ആയിരുന്നു. അവരുടെ മാതാവ് യമൻ നിവാസിയാണ്. അദ്ദേഹത്തിന്റെ സഹോദരൻ ഹുറൈസ് ബിൻ സയ്യിദ് ആയിരുന്നു. അദ്ദേഹവും ബദരി സഹാബിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സഹോദരിയുടെ പേര് ഹുറൈബ ബിൻ സയ്യിദ് എന്നായിരുന്നു. അവരും സഹാബിയ ആയിരുന്നു. അത് അബ്ദുല്ല ബിൻ സയ്യിദ് സ്വപ്നത്തിൽ ബാങ്കിന്റെ വാക്കുകൾ അറിയിക്കപ്പെട്ട സഹാബിയായിരുന്നു. അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കാര്യം പറഞ്ഞു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഹസ്രത്ത് ബിലാലിന് ഹസ്രത്ത് അബ്ദുല്ല സ്വപ്നത്തിൽ കേട്ട ആ വാക്കുകൾ ഉപയോഗിച്ച് ബാങ്ക് വിളിക്കുവാൻ കൽപ്പന നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മസ്ജിദ് നബവി നിർമ്മിച്ചതിന് ശേഷം ഹിജറി 1 സംഭവമാണ്. ഇതിനെക്കുറിച്ചുള്ള അല്പം വിശദീകരണ പ്രകാരമാണ്. ഹദ്രത്ത് അബു ഉമൈർ ബിൻ അനസ് അൻസാരികൾ ഉൾപ്പെട്ടിരുന്നു. അദ്ദേഹം തന്റെ പിതൃവ്യന്മാരിൽ നിന്ന് നിവേദനം ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, നമസ്കാരത്തിന് വേണ്ടി ആളുകളെ എങ്ങനെ ഒരുമിച്ച് കൂട്ടാൻ സാധിക്കും എന്ന കാര്യത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചു. അദ്ദേഹത്തോട് പറയപ്പെട്ടു, നമസ്കാര സമയത്ത് വല്ല കൊടിയും ഉയർത്തുക. അങ്ങനെ ആളുകൾ അത് കണ്ട് മറ്റുള്ളവർക്ക് അറിയിപ്പ് നൽകുന്നതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിപ്രായത്തെ ഇഷ്ടപ്പെട്ടില്ല. നിവേദകൻ പറയുന്നു, അങ്ങയോട് നരസിംഗിയെക്കുറിച്ച് പറയപ്പെട്ടു. അതായത് യഹൂദികൾ വിളംബരം ചെയ്യുന്നത് പോലെ നല്ല ശബ്ദത്തിൽ ചെണ്ട കൊട്ടുക. ഇതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടില്ല. കാരണം അത് യഹൂദികളുടെ രീതിയായിരുന്നു. പിന്നീട് നിവേദകൻ പറയുന്നു, അങ്ങയോട് നാക്കൂസിനെ കുറിച്ച് മണിമുഴക്കുന്നതിനെ സംബന്ധിച്ച് പറയപ്പെട്ടു. അവിടുന്ന് പറഞ്ഞു, അത് ക്രൈസ്തവരുടെ രീതിയാണ്. അത് അബ്ദുല്ല ബിൻ സയ്യിദ് തിരിച്ചുപോയി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ചിന്താഗതിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നു. ദുആ ചെയ്തു. പറയുന്നു, അങ്ങനെ അദ്ദേഹത്തിന് സ്വപ്നത്തിൽ ബാങ്കിനെ കുറിച്ച് കാണിക്കപ്പെട്ടു. അത് അബ്ദുല്ല ബിൻ സയ്യിദ് തന്നെ വിവരിക്കുന്നു, ഞാൻ സ്വപ്നത്തിൽ ഒരു വ്യക്തിയെ കണ്ടു. അയാളുടെ കൈവശം ഒരു മണി ഉണ്ടായിരുന്നു. ഞാൻ അയാളോട് ചോദിച്ചു, അല്ലയോ ദൈവദാസ, നീ ഈ മണി വിൽക്കുന്നുണ്ടോ? അയാൾ ചോദിച്ചു, നീ ഇതുകൊണ്ട് എന്താണ് ചെയ്യുക? ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ നമസ്കാരത്തിനായി ക്ഷണിക്കുന്നതാണ്. അതിലയാൾ പറഞ്ഞു, ഞാൻ നിനക്ക് ഇതിലും ഉത്തമമായ രീതി പറഞ്ഞു തരട്ടെ? ഞാൻ പറഞ്ഞു, തീർച്ചയായും. ഹസ്രത്ത് അബ്ദുല്ല പറയുന്നു, അയാൾ പറഞ്ഞു, എന്നാൽ പറയുക. അങ്ങനെ ബാങ്കിന്റെ വാക്കുകൾ പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ഹയ്യ അലസ് സലാത്ത് ഹയ്യ അലസ് സലാത്ത് ഹയ്യ അലൽ ഫലാഹ് ഹയ്യ അലൽ ഫലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന്റെ തർജ്ജമയും വായിക്കുകയാണ്. കുട്ടികൾക്കും നവമുസ്ലിങ്ങൾക്കും അത് പ്രയോജനമായിരിക്കും. അല്ലാഹു ഏറ്റവും വലിയവനാകുന്നു. ബാങ്ക് നമ്മൾ കേൾക്കാറുണ്ട്. പിന്നെയും ചിലർക്ക് ഇതിന്റെ അർത്ഥം അറിയില്ല. അല്ലാഹു ഏറ്റവും വലിയവനാകുന്നു, അല്ലാഹു ഏറ്റവും വലിയവനാകുന്നു. ഇത് 4 പ്രാവശ്യം പറയണം. ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അല്ലാഹു അല്ലാതെ മറ്റാരും ആരാധനയ്ക്ക് അർഹനായില്ല. ഇത് 2 പ്രാവശ്യം പറയണം. പിന്നെ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാകുന്നു. ഇത് 2 പ്രാവശ്യം പറയണം. പിന്നെ നമസ്കാരത്തിലേക്ക് വരിക, ഹയ്യ അലസ് സലാഹ്, നമസ്കാരത്തിലേക്ക് വരിക. ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരിക, വിജയത്തിലേക്ക് വരിക. അല്ലാഹു ഏറ്റവും വലിയവനാകുന്നു. ഇത് പിന്നെ 2 പ്രാവശ്യം പറയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റാരും ആരാധനയ്ക്ക് അർഹരായില്ല. പിന്നെ പറയുന്നു, ഈ വാചകങ്ങൾ പറഞ്ഞതിന് ശേഷം ആ വ്യക്തി എന്നിൽ നിന്ന് കുറച്ച് പുറകിലേക്ക് മാറി. പിന്നെ പറഞ്ഞു, ഇനി നമസ്കാരത്തിനായി നിൽക്കുമ്പോൾ ഇതും പറയുക. പിന്നെ ഇഖാമത്തിന്റെ വാക്കുകൾ പറയാൻ തുടങ്ങി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ഹയ്യ അലസ് സലാത്ത് ഹയ്യ അലൽ ഫലാഹ് ഖദ് ഖാമത്തിസ് സലാത്ത് ഖദ് ഖാമത്തിസ് സലാത്ത് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബാങ്കിന്റെ അതേ വാക്കുകൾ തന്നെയാണ്. ഖദ് ഖാമത്തിസ് സലാത്ത് മാത്രം അധികമായി വന്നിരിക്കുന്നു. അതായത് നമസ്കാരം ആരംഭിച്ചിരിക്കുന്നു. പിന്നെ അല്ലാഹു ഏറ്റവും വലിയവനാകുന്നു, അല്ലാഹു ഏറ്റവും വലിയവനാകുന്നു പറയുന്നു. അങ്ങനെ രാവിലെ ആയപ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ ഹാജരായി. ഞാൻ കണ്ട കാര്യങ്ങളെല്ലാം വിവരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും അല്ലാഹു ഉദ്ദേശിക്കുന്നതായാൽ ഇത് നല്ല സ്വപ്നമാകുന്നു. നീ ബിലാലിനോടൊപ്പം നിൽക്കുക, നീ കണ്ടതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. അദ്ദേഹം ഈ വാക്കുകളിലൂടെ ബാങ്ക് നൽകട്ടെ, കാരണം അദ്ദേഹത്തിന്റെ ശബ്ദം നിന്നേക്കാൾ ഉയർന്നതാണ്. അങ്ങനെ ഞാൻ ബിലാലിനോടൊപ്പം നിന്നു. ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ബാങ്ക് നൽകിക്കൊണ്ടിരുന്നു. നിവേദകൻ വിവരിക്കുന്നു, ഹദ്റത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഈ ബാങ്ക് കേട്ടത് തന്റെ വീട്ടിൽ നിൽക്കുമ്പോഴായിരുന്നു. അദ്ദേഹം തന്റെ പുതപ്പും വലിച്ചുകൊണ്ട് പുറത്തു വന്നു. പറഞ്ഞു, അല്ലയോ അള്ളാഹുവിന്റെ ദൂതരെ, അങ്ങയെ സത്യത്തോടുകൂടിയ അയച്ച ആ അസത്തെ കൊണ്ട് സത്യം, അദ്ദേഹം കണ്ടത് തന്നെയാണ് ഞാനും കണ്ടത്. ഇത് കേട്ട് അവിടുന്ന് പറഞ്ഞു, സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. മറ്റൊരു നിവേദനത്തിൽ വരുന്ന അവിടെ ഈ വാക്കുകൾ ലഭിക്കുന്നുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. ഈ കാര്യം ഉറച്ചതാകുന്നു. ഇതിനെക്കുറിച്ച് കൂടുതലായി സീറത്ത് ഖാത്തമുൻ നബീനിൽ ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് വിവരിച്ചിട്ടുണ്ട്. വിവിധ ചരിത്രരേഖകളിൽ നിന്നുള്ളതാണ്. വിവരിക്കുന്നു, നമസ്കാരത്തിന് വിളംബരം നടത്തുകയോ അല്ലെങ്കിൽ ബാങ്കിന്റെ രീതിയോ ഉണ്ടായിരുന്നില്ല. സഹാബാക്കൾ സാധാരണ ഏകദേശ സമയം കണക്കാക്കി സ്വയം നമസ്കാരത്തിനായി ഒത്തുചേരുമായിരുന്നു. എന്നാൽ ഈ അവസ്ഥ വലിയ തൃപ്തികരമായിരുന്നില്ല. മസ്ജിദ് നബിയുടെ പണി പൂർത്തിയായപ്പോൾ ഈ ചോദ്യം കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതായി അനുഭവപ്പെട്ടു. അതായത്, എപ്രകാരം മുസ്ലിങ്ങളെ സമയത്ത് ഒരുമിച്ച് കൂട്ടാൻ സാധിക്കും. ഏതോ ഒരു സഹാബി ക്രൈസ്തവരെ പോലെ മണിമുഴക്കാം എന്ന അഭിപ്രായം പറഞ്ഞു. മറ്റൊരു സഹാബി യഹൂദികളെ പോലെ ചെണ്ട കൊട്ടാമെന്ന അഭിപ്രായം പറഞ്ഞു. മറ്റൊരു സഹാബി വേറെ എന്തോ പറഞ്ഞു. എന്നാൽ ഹദ്റത്ത് ഉമർ ഈ അഭിപ്രായം പറഞ്ഞു, ഏതെങ്കിലും ഒരാളെ നമസ്കാരത്തിന് സമയമായി എന്ന് പറയുന്നതിനായി നിയമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഇഷ്ടപ്പെട്ടു. ബാങ്കിന്റെ രീതിക്ക് മുമ്പ് ഹദ്റത്ത് ഉമറിന്റെ അഭിപ്രായം ഇതായിരുന്നു. ഈ കടമ നിറവേറ്റാനായി ഹദ്റത്ത് ബിലാലിന് കൽപ്പന നൽകി. അതിനുശേഷം നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ ബിലാൽ വലിയ ശബ്ദത്തോടെ അസ്സലാത്തു ജാമിഅ എന്ന് വിളിച്ചു പറയുമായിരുന്നു. അങ്ങനെ ആളുകൾ ഒരുമിച്ച് കൂടുമായിരുന്നു. എന്ന് മാത്രമല്ല, നമസ്കാരത്തിന് പുറമെ മറ്റു വലിയ കാര്യത്തിനും വേണ്ടി മുസ്ലിങ്ങളെ പള്ളിയിൽ ഒരുമിച്ച് ചേർക്കണമെങ്കിലും
ഇതേ രീതി തന്നെയാണ് അവലംബിച്ചിരുന്നത്. ഇതിനെ കുറച്ചു കാലം കഴിഞ്ഞ് പിന്നെ ആ സംഭവം തുടരുകയാണ്. ഒരു സഹാബി ഹദ്റത്ത് അബ്ദുല്ല ബിൻ സയ്യിദ് അൻസാരി സ്വപ്നത്തിൽ ഇപ്പോഴുള്ള ബാങ്കിലെ വാക്കുകൾ പഠിപ്പിക്കപ്പെട്ടു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മുന്നിൽ ഹാജരായിക്കൊണ്ട് തന്റെ ഈ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ സ്വപ്നത്തിൽ ഒരു വ്യക്തിയെ ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ബാങ്ക് വിളിക്കുന്നതായി കണ്ടുവെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ സ്വപ്നം അള്ളാഹുവിൽ നിന്നുള്ളതാകുന്നു. ബിലാലിനെ ഈ വാക്കുകൾ പഠിപ്പിക്കാനായി അബ്ദുള്ളാക്ക് കൽപ്പന നൽകി. എഴുതുന്നു, അത്ഭുതമാം വിധം ഇതും സംഭവിച്ചു. ഹസ്രത്ത് ബിലാൽ ആദ്യമായി ഈ വാക്കുകൾ ഉപയോഗിച്ച് ബാങ്ക് നൽകിയപ്പോൾ ഹസ്രത്ത് ഉമർ ഇത് കേട്ട് അതിവേഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപത്ത് ഹാജരായി കൊണ്ട് പറഞ്ഞു, അല്ലയോ അള്ളാഹുവിന്റെ റസൂലെ, ഇന്ന് ഏതെല്ലാം വാക്കുകൾ ഉപയോഗിച്ചാണ് ബിലാൽ ബാങ്ക് വിളിച്ചത്? ഇതേ വാക്കുകൾ ഞാൻ സ്വപ്നത്തിൽ കണ്ടിരുന്നു. മറ്റൊരു നിവേദനത്തിൽ ഇപ്രകാരം വരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ബാങ്കിന്റെ വാക്കുകൾ കേട്ടപ്പോൾ പറഞ്ഞു, ഇതിന്റെ അടിസ്ഥാനത്തിൽ വഹിയും ലഭിച്ചിരിക്കുന്നു. ബഷീർ ബിൻ മുഹമ്മദ് തന്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, അത് അബ്ദുല്ല ബിൻ സയ്യിദ് സ്വപ്നത്തിലൂടെ ബാങ്കിന്റെ പദങ്ങൾ കേൾപ്പിക്കുകയുണ്ടായി. അദ്ദേഹം തന്റെ ധനം മുഴുവൻ സദക്കയായി നൽകി. അതല്ലാതെ അദ്ദേഹത്തിന്റെ പക്കൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ ധനവും സദക്കായി നൽകി. അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനും അത് ഉപയോഗിച്ചാണ് ജീവിതം കഴിച്ചു കൂട്ടിയിരുന്നത്. ഏതൊരു സമ്പത്തായിരുന്നു അവരുടെ പക്കലുണ്ടായിരുന്നു, അതായിരുന്നു അവരുടെ ജീവിതമാർഗവും. അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് നൽകിയുണ്ടായി. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകിയപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്തെത്തി പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, അബ്ദുല്ല ബിൻ സയ്യിദ് തന്റെ സമ്പത്ത് സദക്കിയ നൽകിയിരിക്കുന്നു. അവൻ ഇത് ഉപയോഗിച്ചായിരുന്നു ജീവിതം കഴിച്ചു കൂട്ടിയിരുന്നത്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഹദ്റത്ത് അബ്ദുല്ല ബിൻ സയ്യിദിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, തീർച്ചയായും നിന്റെ സദക്ക അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. നീ എന്റെ അടുക്കൽ ഉപേക്ഷിച്ചത് അത് അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. എന്നാൽ ഇത് അനന്തരാവകാശം എന്ന നിലയിൽ നിന്റെ മാതാപിതാക്കൾക്ക് നൽകുക. ഹദ്റത്ത് ബഷീർ പറയുന്നു, പിന്നെ ഞങ്ങൾക്ക് അത് അനന്തരാവകാശം എന്ന നിലയിൽ ലഭിച്ചു. അദ്ദേഹത്തിന്റെ മക്കൾക്ക് അങ്ങനെ അതിന്റെ ഭാഗം ലഭിച്ചു. ഒരു അവസരത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് അബ്ദുല്ല ബിൻ സയ്യിദിന് തന്റെ നഖം തബറുക്ക് എന്ന നിലയിൽ നൽകിയിരുന്നു. ഇതിന്റെ വിശദീകരണ പ്രകാരമായിരുന്നു. ഹദ്റത്ത് അബ്ദുല്ല ബിൻ സയ്യിദിന്റെ മകൻ വിവരിക്കുന്നു, അദ്ദേഹത്തിന്റെ പിതാവ് ഹജ്ജത്തുൽ വിദായുടെ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ മീനയിലെ ബലി കഴിപ്പിക്കുന്ന സ്ഥലത്ത് ബലി നൽകുന്ന സമയം ഹാജരായിരുന്നു. അദ്ദേഹത്തോടൊപ്പം മറ്റൊരു അൻസാർ കൂടി ഉണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബലിമൃഗത്തെ വിതരണം ചെയ്തു. അബ്ദുല്ല ബിൻ സയ്യിദിനും തന്റെ അൻസാരിയായ കൂട്ടാളിക്കും ഒന്നും തന്നെ ലഭിച്ചില്ല. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തുണിയിൽ തന്റെ മുടി വടിച്ചിട്ടു. അതും ആളുകളിൽ വിതരണം ചെയ്തു. അതിനുശേഷം തന്റെ നഖം മുറിച്ചു. അത് അബ്ദുല്ല ബിൻ സയ്യിദിനും അദ്ദേഹത്തിന്റെ അൻസാർ സഹോദരനും നൽകിയുണ്ടായി. ഹദ്റത്ത് ആയിഷ നിവേദനം ചെയ്യുന്നു, ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷം ഹാജരായിക്കൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, അള്ളാഹുവാണ്, തീർച്ചയായും അങ്ങ് എനിക്ക് എന്റെ സ്വന്തം വ്യക്തിത്വത്തെക്കാൾ പ്രിയങ്കരമാണ്, എന്റെ ജീവനേക്കാളും പ്രിയങ്കരമാണ്. അങ്ങ് തീർച്ചയായും എന്റെ കുടുംബത്തെക്കാളും എനിക്ക് പ്രിയങ്കരമാണ്. തീർച്ചയായും എന്റെ സന്താനങ്ങളെക്കാളും അങ്ങ് പ്രിയങ്കരമാണ്. ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ അങ്ങയെക്കുറിച്ച് ഓർക്കും. എനിക്ക് ക്ഷമിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഞാൻ അങ്ങയുടെ മുമ്പിൽ ഹാജരായി. ഇപ്പോൾ ഞാൻ അങ്ങയെ കാണുന്നു. എനിക്ക് അങ്ങയുടെയും എന്റെയും മരണത്തെക്കുറിച്ച് ഓർമ്മ വന്നു. ഞാൻ മനസ്സിലാക്കി അങ്ങ് സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ മറ്റ് നബിമാരോടൊപ്പം ഉയർന്ന സ്ഥാനത്തായിരിക്കും. എനിക്ക് ഭയം തോന്നി, കാരണം ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ ഞാൻ അങ്ങയെ കാണുകയില്ല. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിക്ക് യാതൊരു മറുപടി നൽകിയില്ല. ഏതുവരെ ഹദ്റത്ത് ജിബ്രീൽ ഈ ആയത്തുമായി അവതരിച്ചു, വമയുതി അല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസിദ്ദീഖീന
വശുഹദാഇ വസ്സാലിഹീൻ. ആരാണ് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നത് അവർ തന്നെയാണ് അള്ളാഹു അനുഗ്രഹിച്ചവരുടെ ഒപ്പം ഉണ്ടായിരിക്കുക. അതായത് നബിമാരും സിദ്ദീഖുമാരും ഷഹീദുമാരും സ്വാലിഹുമാരും എന്നിവരോടൊപ്പം. ഈ ആയത്തിനെ നാം ഒരു തെളിവെന്ന നിലയിലും സമർപ്പിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നത് മൂലം ശരീഅത്ത് കൂടാതെയുള്ള നുബുവത്തിന്റെ സ്ഥാനം കരസ്ഥമാകുന്നതാണ്. അങ്ങയെ പിൻപറ്റുന്നത് മൂലം ഒരു വ്യക്തി സ്വാലിഹത്തിന്റെ സ്ഥാനത്ത് നിന്ന് പുരോഗതി നേടി നുബുവത്തിന്റെ സ്ഥാനം വരെ എത്തിച്ചേരുന്നതാണ്. എന്തായാലും നുബുവത്തിന്റെ സ്ഥാനം ശരീഅത്ത് അല്ലാതെയാണെങ്കിലും ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദാസത്വത്തിലാണെങ്കിൽ അതും വലിയൊരു സ്ഥാനമാകുന്നു. അള്ളാഹു ആർക്കാണ് അത് ഉദ്ദേശിക്കുന്നത് അത് നൽകുന്നതാണ്. വാഗ്ദത്ത മസീഹിനെ കുറിച്ചും സ്വയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുല്ലാ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനാൽ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാസത്വത്തിൽ ശരീഅത്തില്ലാത്ത നബിയായി വിശ്വസിക്കുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഖാതമെ നുബുവത്തിന്റെ സ്ഥാനത്തിന് യാതൊരു മംഗലും ഏൽപ്പിക്കുകയില്ല, മറിച്ച് അങ്ങയുടെ സ്ഥാനം ഉയരുകയാണ് ചെയ്യുക. ഇനി നുബുവത്ത് അങ്ങയുടെ ദാസത്തിലൂടെ മാത്രമാണ് ലഭിക്കുക. ഈ അർത്ഥം നമ്മൾ മാത്രമല്ല നൽകുന്നത്, മറിച്ച് ആദ്യകാല ഔലിയാക്കളും ഇത് തന്നെയാണ് വിശദീകരിച്ചിട്ടുള്ളത്. ഇമാം റാഗിബും ഇതിന് ഇതേ അർത്ഥം തന്നെയാണ് നൽകിയിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ശേഷം ശരീഅത്തില്ലാത്ത നബിക്ക് അങ്ങയുടെ ദാസത്തിലൂടെ വരാൻ സാധിക്കുന്നതാണ്. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യവും ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം ആ കാര്യം കൂടി വ്യക്തമാകുക എന്നതാണ്. അല്ലാമ സർഖാനി എഴുതുന്നു, വിവിധ തഫ്സീറുകളിൽ ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടിമ ഹദ്റത്ത് സുബാനെ കുറിച്ചാണ് ലഭിക്കുന്നത്. എന്നാൽ തഫ്സീർ ജംബുൽ ഹയാത്തിൽ മഖാത്തിൽ സുലൈമാന്റെ അനുബന്ധമായി എഴുതുന്നു, ഇത് അബ്ദുല്ല ബിൻ സെയ്ദ് അൻസാരി ആയിരുന്നു. അദ്ദേഹം സ്വപ്നത്തിൽ ബാങ്കിനെ കുറിച്ച് കണ്ടിരുന്നു. അല്ലാമ സർഖാനി എഴുതുന്നു, ഇക്കാര്യം ശരിയാണെങ്കിൽ രണ്ടുപേരും ഇക്കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. അതിൽ ഈ ആയത്ത് അവതരിച്ചതുമായിരിക്കാം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു പല അനുചരന്മാരും ഈ കാര്യം പറഞ്ഞതായും നിവേദനങ്ങൾ ലഭിക്കുന്നുണ്ട്. ആദ്യം വിവരിച്ച സംഭവത്തെ കൂടാതെ തഫ്സീറുകളിൽ ഹദ്റത്ത് സുബാന്റെ സംഭവത്തെക്കുറിച്ചും ഈ കാര്യം വിവരിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ വിശദീകരണ പ്രകാരമാണ് ഹദ്റത്ത് സുബാന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് അതിലേറ്റ സ്നേഹമായിരുന്നു. അദ്ദേഹത്തെ വിട്ട് ഒരുപാട് ദൂരത്തേക്ക് യാത്ര ചെയ്തിരുന്നില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷം ഹാജരായപ്പോൾ അദ്ദേഹത്തിന്റെ മുഖഭാവം മാറിയിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് ദുഃഖത്തിന്റെ അടയാളങ്ങൾ വെളിവാകുന്നുണ്ടായിരുന്നു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്ത് കാരണത്താലാണ് നിനക്ക് ഭാവവ്യത്യാസം ഉണ്ടായിരിക്കുന്നത്? അത് സുബാൻ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, എനിക്ക് യാതൊരു അസുഖമോ രോഗമോ ഇല്ല, മറിച്ച് എനിക്ക് അങ്ങയെ കാണാൻ സാധിച്ചിരുന്നില്ല. അതായത് കുറച്ചു കാലമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിരുന്നില്ല. അതിനെനിക്ക് ശക്തമായ ഭയം അനുഭവപ്പെടാൻ തുടങ്ങി. ഏതുവരെ അങ്ങയെ കാണുന്നില്ലയോ അതിലെനിക്ക് ആഖിറത്തെക്കുറിച്ച് ഓർമ്മ വന്നു. വീണ്ടും എനിക്ക് ഭയം അധികരിച്ചു. പിന്നെ എനിക്ക് ഒട്ടും അങ്ങയെ കാണാൻ സാധിക്കില്ല, കാരണം അങ്ങയുടെ സ്ഥാനം നബിമാരോടൊപ്പം ഉയർന്നതാണ്. ഇനി ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ തന്നെയും അവിടെ എന്റെ സ്ഥാനം അങ്ങയുടെ സ്ഥാനത്തേക്കാൾ വളരെ താഴെയായിരിക്കും. ഇനി എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കൽ പോലും എനിക്ക് അങ്ങയെ കാണാൻ സാധിക്കുകയില്ല. അല്ലാമ സർഖാനി എഴുതുന്നു, ഹദ്റത്ത് സുബാന്റെ സ്വന്തം വിശദീകരണമാണ്. അല്ലാമ സർഖാനി എഴുതുന്നു, ഹദ്റത്ത് അബ്ദുല്ല ബിൻ സെയ്ദ് തന്റെ തോട്ടത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. അതിനുശേഷം ഹദ്റത്ത് അബ്ദുല്ല ബിൻ സെയ്ദിന്റെ സംഭവമാണ് വിവരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിന്റെ അരികിൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന വിവരം നൽകി. അതിൽ അദ്ദേഹം പറഞ്ഞു, അസ്ഹബ് ബസ്രി ഹത്താ അറാ ബഅദ ഹബീബി മുഹമ്മദൻ അഹദ. അള്ളാഹു എന്റെ കാഴ്ച നീ എടുത്താലും ഞാൻ എന്റെ പ്രിയതമൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ആരെയും ദർശിക്കാതിരിക്കുന്നതിന് വേണ്ടി പറയുന്നു. ഇതിനുശേഷം
ജർഖാനിയുടെ വിശദീകരണത്തിൽ എഴുതുന്നു, അതിനുശേഷം അദ്ദേഹത്തിന്റെ കാഴ്ച കുറയാൻ തുടങ്ങി, അങ്ങനെ അന്ധനായി തീർന്നു. ഇദ്ദേഹത്തിന്റെ വഫാത്തിനെ കുറിച്ച് എഴുതുന്നു, അബ്ദുള്ള ബിൻ സെയ്ദിന്റെ വഫാത്തിനെ സംബന്ധിച്ച് അഭിപ്രായ ഭിന്നത കാണുന്നുണ്ട്. ചിലർ ഉഹദിന് ശേഷം വഫാത്തായി എന്ന് പറയുന്നു. എന്നാൽ അധിക പേരും വിവരിക്കുന്നത് ഇതാണ്, അത് അബ്ദുള്ള ബിൻ സെയ്ദ് എല്ലാ യുദ്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ വഫാത്ത് ഹസ്രത്ത് ഉസ്മാന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിന്റെ അവസാന സമയത്ത് 32 ഹിജ്രിയിൽ മദീനയിലാണ് സംഭവിച്ചത്. ഇനി കാഴ്ച നഷ്ടപ്പെട്ട സംഭവം ശരിയെന്ന് പരിഗണിക്കുകയാണെങ്കിൽ ഹസ്രത്ത് ഉസ്മാന്റെ കാലഘട്ടത്തിലാണ് വഫാത്തായതെന്ന് മനസ്സിലാകുന്നു. ആ സമയം അദ്ദേഹത്തിന്റെ പ്രായം 64 വയസ്സായിരുന്നു. അദ്ദേഹത്തിന്റെ ജനാസ നമസ്കാരം ഹസ്രത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിർവഹിച്ചു. ഇനി വിവരിക്കുന്ന സഹാബിയുടെ പേര് ഹസ്രത്ത് മുആസ് ബിൻ അംർ ജമു എന്നാണ്. ഹസ്രത്ത് മുആസ് ബിൻ അംറിന്റെ ബന്ധം ബനു ഖദർജിന്റെ ശാഖയായ ബനു സലാമയുമായാണ്. അദ്ദേഹം രണ്ടാം ബൈഅത്ത് അഖബ, ബദർ, ഉഹദ് യുദ്ധങ്ങളിൽ പങ്കെടുത്തു. അദ്ദേഹത്തിന്റെ പിതാവ് ഹസ്രത്ത് അംർ ബിൻ ജമു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയായിരുന്നു. അദ്ദേഹം ഉഹദ് യുദ്ധത്തിൽ ഷഹീദാക്കപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര് ഹിന്ദ് ബിൻ അമർ എന്നായിരുന്നു. മൂസ ബിൻ ഉഖബ, അബു മാഷിർ, മുഹമ്മദ് ബിൻ വാഖദിയുടെ അഭിപ്രായപ്രകാരം അദ്ദേഹത്തിന്റെ സഹോദരൻ മുആവിസ് ബിൻ അംറും ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് സുബൈദ ബിൻ അമർ എന്നായിരുന്നു. ബനു ഖദ്റജിന്റെ ശാഖിയായ ബനു സായിദയുമായാണ് അവരുടെ ബന്ധം. അതിലൊരു മകൻ അബ്ദുല്ലായും ഒരു മകൾ ഉമാമയും ജനിച്ചു. ഹസ്രത്ത് മുആസ് രണ്ടാം ബൈഅത്തെ അഖബയിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ പിതാവ് അംർ ബിൻ ജമു തന്റെ ബഹുദൈവ വിശ്വാസത്തിൽ വളരെ ശക്തമായ നിലയിൽ ഉറച്ചുനിന്നു. സിറത്ത് ബനു ഹിഷാമിൽ ഹസ്രത്ത് മആദിന്റെ പിതാവ് ഇസ്ലാം സ്വീകരിച്ച സംഭവം വിവരിക്കുന്നുണ്ട്. ഞാൻ ഈ സംഭവത്തെ അല്പം മുമ്പ് വിവരിച്ചിട്ടുണ്ട്, കുറച്ചു കാലമായി. രണ്ടാം ബൈഅത്ത് അഖബയിൽ പങ്കെടുത്ത ആളുകൾ തിരിച്ച് മക്കയിൽ എത്തിയപ്പോൾ അവർ ഇസ്ലാമിനെ നല്ല നിലയിൽ പ്രചരിപ്പിച്ചു. എന്നാൽ അവരുടെ സമൂഹത്തിലെ ചില മുതിർന്ന ആളുകൾ അവരുടെ ശിർക്ക്പരമായിട്ടുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. അതിലൊരാൾ അമർ ബിൻ ജമു ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ ഹസ്രത്ത് മുആദ് ബിൻ അമർ രണ്ടാം ബൈഅത്തെ അഖബയിൽ പങ്കെടുത്തിരുന്നു. തദവസരത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ബൈഅത്ത് ചെയ്തിരുന്നു. അമർ ബിൻ ജമു ബനു സലാമയുടെ നേതാക്കളിൽ ഉൾപ്പെട്ടിരുന്നു. അവരുടെ മുതിർന്ന ആളുകളിൽ ഒരാളായിരുന്നു. അദ്ദേഹം തന്നെ വീട്ടിൽ തടി കൊണ്ട് ഒരു ബിംബത്തെ ഉണ്ടാക്കി വെച്ചിരുന്നു. ആ കാലഘട്ടത്തിലെ പ്രധാനികൾ അപ്രകാരം ചെയ്തിരുന്നു. അതിനെ മനാത്ത് എന്നാണ് വിളിക്കുക. അതിന്റെ ബിംബം തയ്യാറാക്കി ആദരിക്കുകയും പൂജിക്കുകയും ചെയ്തിരുന്നു. ബനു സലാമയിലെ ചില യുവാക്കൾ ഇസ്ലാം സ്വീകരിച്ചു. അതിൽ അംർ ബിൻ ജമുവിന്റെ മകൻ മആദ് ബിൻ അംറും ഉണ്ടായിരുന്നു. ഇസ്ലാം സ്വീകരിച്ച ഈ യുവാക്കളിൽ അദ്ദേഹം ഉൾപ്പെട്ടിരുന്നു. രണ്ടാം മുഖബയിൽ പങ്കെടുത്തിരുന്നു. ആ ആളുകൾ രാത്രി അംർ ബിൻ ജമുവിന്റെ വിഗ്രഹശാലയിൽ പ്രവേശിച്ച് ബിംബത്തെയും എടുത്തുകൊണ്ടുവന്നു. അത് ബനു സലാമയുടെ ചവറുകൾ നിക്ഷേപിക്കാനായി നിർമ്മിച്ച കുഴിയിൽ കമഴ്ത്തി ഇട്ടു, അതായത് വലിച്ചെറിഞ്ഞു. രാവിലെ അമർ ഉണർന്നപ്പോൾ പറഞ്ഞു, നിനക്ക് നാശമുണ്ടാകട്ടെ. ആരാണ് നമ്മുടെ ആരാധ്യ വസ്തുവിനോട് ശത്രുത കാണിച്ചത്? അവർക്ക് നാശം. പിന്നെ അതിനെ അന്വേഷിച്ചുകൊണ്ട് പുറപ്പെട്ടു. അതിനെ ലഭിച്ചപ്പോൾ അത് കഴുകി വൃത്തിയാക്കി. എന്നിട്ട് പറഞ്ഞു, നിന്നോട് ഇപ്രകാരം ചെയ്യുന്നത് ആരാണെന്ന് എനിക്കറിയില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അയാളെ തീർച്ചയായും ഞാൻ അപമാനിക്കുന്നതാണ്. പിന്നെ രാത്രിയാകുമ്പോൾ അമർ ഉറങ്ങാൻ കിടക്കും. അദ്ദേഹത്തിന്റെ മകൻ അതേ പ്രവൃത്തി തുടരും. പിന്നെ രാവിലെ അമർ ബിൻ ജുമു ഉണരുമ്പോൾ വീണ്ടും ബുദ്ധിമുട്ടി അതിനെ കണ്ടെത്തുകയും വൃത്തിയാക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഒരുപാട് ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞപ്പോൾ അമർ ബിൻ ജമു എവിടെയാണ് ആ വിഗ്രഹത്തെ ഉപേക്ഷിക്കപ്പെട്ടിരുന്നത് അവിടെ നിന്നെടുത്തു. പിന്നെ അതിനെ കഴുകി വൃത്തിയാക്കിയ ശേഷം തന്റെ വാൾ കൊണ്ടുവന്നു അതിന്റെ കഴുത്തിൽ തൂക്കിയിട്ടു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവാണ്, എനിക്കറിയില്ല നിന്നോട് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആരാണ്. നിനക്ക് കഴിവുണ്ടെങ്കിൽ നീ തന്നെ അത് തടയുക. നിന്റെ പക്കൽ ഈ ആയുധം വെക്കുന്നു. അതായത് ബിംബത്തിന്റെ അടുത്ത് ആയുധം വെച്ചു. അങ്ങനെ രാത്രി ആയപ്പോൾ അമർ ഉറങ്ങി. ഈ യുവാക്കൾ, അതിൽ അദ്ദേഹത്തിന്റെ മകനും ഉണ്ടായിരുന്നു, ആ വിഗ്രഹത്തെ മുമ്പ് ചെയ്തതുപോലെ തന്നെ അതിനോട് പെരുമാറി. കഴുത്തിൽ നിന്ന് ആയുധം മാറ്റി ഒരു ചത്ത നായുടെയോടൊപ്പം ഒരു കയറിൽ കെട്ടി അബൂ സലാമയുടെ ആ പഴയ കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു. അതിൽ ശവറും മറ്റും ഉപേക്ഷിച്ചിരുന്നു.
രാവിലെ അമർ ബിൻ ജമു എഴുന്നേറ്റപ്പോൾ അദ്ദേഹത്തിന് തന്റെ വിഗ്രഹത്തെ വെക്കുന്ന സ്ഥലത്ത് അതിനെ കണ്ടില്ല. പിന്നെ അതിനന്വേഷിച്ച് ഇറങ്ങി. അങ്ങനെ ചത്ത ഒരു നായോടൊപ്പം കെട്ടിയ നിലയിൽ ചവറുകൾ ഉപേക്ഷിച്ചിരിക്കുന്ന ഒരു കുഴിയിൽ കിടക്കുന്നത് കണ്ടു. ഈ ദൃശ്യം അദ്ദേഹം കണ്ടപ്പോൾ അദ്ദേഹത്തിന് യാഥാർത്ഥ്യം മനസ്സിലായി. അദ്ദേഹത്തിന്റെ സമൂഹം അദ്ദേഹത്തിന് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ കേൾപ്പിച്ചിരുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ കാരുണ്യത്താൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ഇബ്നു ഹിഷാമിന്റെ ചരിത്ര പുസ്തകത്തിൽ ഈ സംഭവം ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: വിഗ്രഹത്തിന് ആയുധം കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. അത്തരം ദൈവത്തെ പൂജിക്കുന്നത് കൊണ്ട് എന്ത് ഫലമാണ് ലഭിക്കുക? ഹദ്റത്ത് മആദ് ബിൻ അംർ ബിൻ ജമൂ അബൂജഹലിനെ വധിക്കുന്നവരിൽ ഉൾപ്പെട്ടിരുന്നു. ബുഖാരിയുടെ നിവേദനത്തിൽ എഴുതിയിരിക്കുന്നു, സാലിബ് ബിൻ ഇബ്രാഹിം തന്റെ പിതാമഹൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫിൽ നിന്ന് നിവേദനം ചെയ്യുന്നു. അദ്ദേഹം പറയുന്നു, ബദർ യുദ്ധത്തിൽ ഞാൻ സഫിൽ നിൽക്കുകയായിരുന്നു. ഞാൻ എന്റെ ദൃഷ്ടി ഇടതു വലതു വശത്തേക്ക് പായിച്ചു. 2 അൻസാരികളായ കുട്ടികളെയാണ് ഞാൻ കണ്ടത്. അവരുടെ വയസ്സ് വളരെ കുറവായിരുന്നു. എന്നാൽ ഞാൻ ഇതിലും മുതിർന്ന യുവാക്കളായ ആളുകളുടെ മധ്യത്തിലായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചുപോയി. അപ്പോൾ തന്നെ അതിലൊരാൾ എന്നെ കൈകൊണ്ട് തോണ്ടി വിളിച്ചു, നിങ്ങൾക്ക് അബൂജഹലിനെ അറിയാമോ? ഞാൻ പറഞ്ഞു, അതെ. മകനെ, നിനക്ക് അറിഞ്ഞിട്ട് എന്തിനാണ്? അവർ പറഞ്ഞു, അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിക്കാറുണ്ടായിരുന്നുവെന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. എന്റെ ജീവൻ ആരുടെ കൈവശമാണോ ഉള്ളത് അവനെ കൊണ്ട് സത്യം, ഞാൻ അയാളെ കാണുകയാണെങ്കിൽ ആരുടെ വിധിയാണ് ആദ്യം നിർണയിച്ചിരിക്കുന്നത്, അയാൾ മരിക്കുന്നതുവരെ ഞങ്ങൾ പരസ്പരം ദൃഷ്ടിയിൽ നിന്ന് മാറുകയില്ല. ഞാൻ അതിൽ വളരെ അത്ഭുതപ്പെട്ടു. പിന്നെ അടുത്തയാൾ എന്നെ കൈകൊണ്ട് അമർത്തി. അയാളും എന്നോട് ഇത് തന്നെ ചോദിച്ചു. അല്പസമയം കഴിഞ്ഞതേയുള്ളൂ ഞാൻ അബൂജഹലിനെ ആളുകളെ വലയം ചെയ്യുന്നതായി കണ്ടു. ഞാൻ പറഞ്ഞു, ആ കാണുന്നതാണ് നിങ്ങൾ അന്വേഷിച്ചയാൾ. ഇത് കേട്ട ഉടൻ അവർ 2 പേരും വാളുമെടുത്ത് അയാളുടെ അടുത്തേക്ക് പാഞ്ഞു. അയാളെ ആക്രമിച്ചു കൊലപ്പെടുത്തി. അവർ 2 പേരും തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി അങ്ങേക്ക് വിവരം നൽകി. അവിടുന്ന് ചോദിച്ചു, നിങ്ങൾ ആരാണ് അയാളെ വധിച്ചത്? 2 പേരും പറഞ്ഞു, ഞങ്ങളാണ് അയാളെ വധിച്ചത്. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ആയുധങ്ങൾ വൃത്തിയാക്കിയോ? ഇല്ല. പിന്നെ അവിടുന്ന് വാളുകൾ കണ്ടുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ 2 പേരും ചേർന്ന് അയാളെ വധിച്ചിരിക്കുന്നു. അയാളുടെ യുദ്ധം മുതൽ മആദ് ബിൻ അംർ ബിൻ ജമൂഇന് ലഭിക്കുന്നതാണ്. ഇവർ 2 പേർ മആദ് ബിൻ അഫ്ര, മആദ് ബിൻ അംർ ജുമു എന്നിവരായിരുന്നു. മുമ്പും ഒരിക്കൽ മആസിന്റെ സംഭവം തുടക്കത്തിൽ വിവരിച്ചിരുന്നു. ഇവിടെ ഒരു സംശയം ഉണ്ടായേക്കാം. ഈ കൊലപ്പെടുത്തിയ സംഭവം തഫറൂഖെ ഖുതുബെ ഹദീസിൽ സീറത്തിൽ വിവരിച്ചതാണ്. ഈ നിവേദനം ബുഖാരിയിൽ വിവരിക്കുന്നുണ്ട്. അതിൽ മആദ് ബിൻ അംർ ബിൻ ജുമു മആദ് ബിൻ അഫ്ര ചേർന്നാണ് അബൂജഹലിനെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയുണ്ടായി എന്ന് പറയുന്നു. അബ്ദുല്ല ബിൻ മസൂദ് അബൂജഹലിന്റെ തല വിച്ഛേദിച്ചു. മറ്റൊരു സ്ഥലത്ത് മആദിനെയും മുആവിസിനെയും ചേർത്ത് പറയുന്നു. ഇതുകൂടാതെ ബുഖാരിയിൽ തന്നെ ഈ നിവേദനം വരുന്നുണ്ട്. അബൂജഹലിനെ അഫ്രയുടെ 2 മക്കൾ മആദും മആവിസും ചേർന്ന് കൊലപ്പെടുത്തി. പിന്നീട് ഹദ്റത്ത് അബ്ദുല്ല ബിൻ മസൂദ് ചെന്ന് അയാളെ പൂർണ്ണമായും കൊലപ്പെടുത്തി. ബുഖാരിയുടെ ഒരു നിവേദനത്തിൽ അതിന്റെ വിശദീകരണം ഇപ്രകാരം ലഭിക്കുന്നു. ഹദ്റത്ത് അനസ് വിവരിക്കുന്നു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധ ദിവസം പറഞ്ഞു, അബൂജഹലിന്റെ അവസ്ഥ എന്താണ് എന്ന് നോക്കി വരിക. ഹദ്റത്ത് ഇബ്നു മസൂദ് ചെന്ന് നോക്കുമ്പോൾ അഫ്രായുടെ 2 മക്കൾ മആദും മുഅവ്വിസും ചേർന്ന് വാളുകൊണ്ട് ആക്രമിച്ചു. മരണത്തിന്റെ വക്കിലായിരുന്നു. ഹദ്റത്ത് ഇബ്നു മസൂദ് ചോദിച്ചു, നീയാണോ അബൂജഹൽ? ഹദ്റത്ത് ഇബ്നു മസൂദ് പറയുന്നു, അദ്ദേഹം അബൂജഹലിന്റെ താടി പിടിച്ചു. അബൂജഹൽ പറയാൻ തുടങ്ങി, നീ വധിച്ചവരിൽ ഇതിനേക്കാൾ മികച്ച വ്യക്തി ഉണ്ടായിരുന്നു, അതോ ഈ വ്യക്തിയേക്കാൾ മികച്ച വല്ല വ്യക്തിയെയും അയാളുടെ സമൂഹം കൊലപ്പെടുത്തിയിട്ടുണ്ടോ? ഈ 2 നിവേദനങ്ങളും ബുഖാരിയിൽ നിന്ന് ലഭിക്കുന്നു. മുആദിന്റെ പേര് വരുന്നു. മറ്റൊരു സ്ഥലത്ത് മആസിന്റെയും മുആവിസിന്റെയും പേരുകൾ വരുന്നു. മറ്റൊരിടത്ത് 2 പേരുടെയും പിതാവിന്റെ പേര് വ്യത്യാസമാണ്. പിന്നെ ഒരുപോലെ ഒരേ പിതാവിന്റെ 2 മക്കളാണെന്ന് പറയുന്നു.
ഹസ്രത്ത് സയ്യിദ് സൈനുൽ ആബിദീൻ വലിയുല്ലാ ഷാ സാഹിബ് അബൂജഹലിനെ വധിച്ചവരെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും, ഇതിന്റെ വിശദീകരണം എന്താണെന്നും വ്യക്തമാക്കിക്കൊണ്ട് ഒരു സ്ഥലത്ത് എഴുതുന്നു. ചില നിവേദനങ്ങളിൽ അഫ്രായുടെ 2 മക്കൾ മുആദും മുആവിസും അബൂജഹലിനെ മരണത്തിനോടടുത്തെത്തിച്ചു. ചില സ്ഥലത്ത് അബ്ദുല്ല ബിൻ മസ്ഊദ് അയാളുടെ ശരീരത്തിൽ നിന്ന് തല മുറിച്ചു മാറ്റി എന്ന് പറയുന്നു. ഇമാം ഇബ്നു ഹജറിന്റെ ഈ കാര്യത്തെ വിശദീകരിക്കുന്നു. ഹസ്രത്ത് മആദ് ബിൻ അമർ, മആസ് ബിൻ അഫ്ര എന്നിവർക്ക് ശേഷം മുആദ് ബിൻ അഫ്രയും അയാളുടെ മേൽ വാള് വീശിയിരിക്കാം. അതുകൊണ്ട് ആദ്യത്തെ 2 നിവേദനങ്ങളിൽ 2 സഹോദരന്മാരെ കുറിച്ച് പറയുന്നു, രണ്ടാമത്തെ നിവേദനത്തിൽ മറ്റു 2 പേരെ കുറിച്ച് പറയുന്നു. ഫതഉൽ ബാരിയുടെ വിശദീകരണത്തിൽ ഈ 3 പേരും ചേർന്നിരിക്കാമെന്നും പറയപ്പെടുന്നു. അല്ലാമ ബദറുദ്ദീൻ ഐനി അബൂജഹലിനെ വധിച്ചവരെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അബൂജഹലിനെ മുആദ് ബിൻ അംർ ബിൻ ജമൂ, മആസ് ബിൻ അഫ്ര, ഹസ്രത്ത് അബ്ദുല്ല ബിൻ മസൂദ് എന്നിവർ ചേർന്ന് വധിക്കുകയുണ്ടായി. ഹസ്രത്ത് അബ്ദുല്ല അയാളുടെ തല മുറിച്ചു മാറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷ ഹാജരായി. അല്ലാമ ബദറുദ്ദീൻ ഐനി കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, സഹീഹ് മുസ്ലിമിൽ അബൂജഹലിനെ കൊലപ്പെടുത്തിയവരെ കുറിച്ച് പറയുന്നു, അത് മആദ് ബിൻ അംർ ബിൻ ജമൂ, മആദ് ബിൻ അഫ്ര എന്നിവരായിരുന്നു. മആദ് ബിൻ അഫ്രയുടെ പിതാവിന്റെ പേര് ഹസ്രത്ത് ഹാരിസ് ബിൻ റിഫ എന്നായിരുന്നു. അഫ്ര അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേരായിരുന്നു. ഉബൈദ് ബിൻ സലാസ നജാരിയുടെ മകളായിരുന്നു. അതുപോലെ തന്നെ ബുഖാരിയിൽ കിതാബുൽ ജിഹാദിലെ ബാബ് മലം യുഖമ്മിസ് അസ്ലാബിൽ വിവരിച്ചിരിക്കുന്നു, ഹസ്രത്ത് മആദ് ബിൻ അമർ അബൂജഹലിന്റെ കാല് മുറിച്ച് നിലത്തിട്ടു. പിന്നെ മുആസ് ബിൻ അഫ്ര വെട്ടി. അങ്ങനെ അയാൾ നിലത്ത് വീണു. പിന്നെ അയാളെ ഉപേക്ഷിച്ചു. അയാളിൽ കുറച്ച് ജീവൻ ബാക്കിയുണ്ടായിരുന്നു. പിന്നീട് അബ്ദുല്ല ബിൻ മസൂദ് അയാളെ വെട്ടി തല മുറിച്ചു മാറ്റി. പിന്നെ എഴുതുന്നു, ഈ കാര്യങ്ങൾ എല്ലാം ഇവിടെ ഒരുമിച്ച് വിവരിക്കുവാനുള്ള കാരണം ചോദിക്കുകയാണെങ്കിൽ ഇവർ എല്ലാവരും ഒരുമിച്ചാണ് അബൂജഹലിനെ വധിച്ചത് എന്നതുകൊണ്ട് തന്നെയാണ്. സർഖാനിയുടെ ഒരു നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഹസ്രത്ത് അബ്ദുല്ല ബിൻ മസൂദ് അബൂജഹലിനെ കണ്ടപ്പോൾ അയാൾ അവസാന ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അബ്ദുല്ല ബിൻ മസൂദ് തന്റെ കാല് അബൂജഹലിന്റെ കഴുത്തിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രതിയോഗി അള്ളാഹു നിന്നെ അപമാനിച്ചിരിക്കുന്നു. അപ്പോൾ അബൂജഹൽ അഹങ്കാരത്തോടുകൂടി പറഞ്ഞു, ഞാൻ അപമാനിതനായിട്ടില്ല. നീ എന്നേക്കാളും ഉയർന്ന വല്ല വ്യക്തിയെയും വധിച്ചിട്ടുണ്ടോ? എനിക്ക് ഇതിൽ യാതൊരു അപമാനവും തോന്നുന്നില്ല. പിന്നെ അബൂജഹൽ ചോദിച്ചു, യുദ്ധഭൂമി ആർക്കാണ് ലഭിച്ചത്? എന്നോട് പറയുക, വിജയം നേടിയതാരാണ്? ഹസ്രത്ത് അബ്ദുല്ല ബിൻ മസൂദ് മറുപടിയായി പറഞ്ഞു, അള്ളാഹും അവന്റെ റസൂലും വിജയിച്ചിരിക്കുന്നു. മറ്റൊരു നിവേദനത്തിൽ ഇപ്രകാരം വരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഹസ്രത്ത് അബൂജഹൽ പറഞ്ഞു അദ്ദേഹത്തോട്, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഈ കാര്യം പറയുക, ഞാൻ മുഴുവൻ ജീവിതവും അദ്ദേഹത്തിന് ശത്രുവായിരുന്നു. ഈ സമയവും ഞാൻ ആ ശത്രുതയിലും വാദത്തിലും തന്നെയും ഉറച്ചു നിൽക്കുകയാണ്. ഹസ്രത്ത് അബ്ദുല്ല ബിൻ മസൂദ് അബൂജഹലിന്റെ തല മുറിച്ചു മാറ്റി അയാളുടെ തലയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്ത് ഹാജരായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതുപോലെ ഞാൻ അള്ളാഹുവിന്റെ മുന്നിൽ എല്ലാ നബിമാരെക്കാളും ശ്രേഷ്ഠനും ആദരണീയമാകുന്നു, എന്റെ സമൂഹവും മറ്റ് സമുദായങ്ങളെക്കാൾ ശ്രേഷ്ഠവും ഉത്തമവുമാകുന്നു. അതുപോലെ ഈ ഉമ്മത്തിലെ ഫിറഔൻ ബാക്കി എല്ലാ ഉമ്മത്തിലെയും ഫിറഔനേക്കാളും കാഠിന്യവും ശത്രുതയും പുലർത്തുന്നതായിരിക്കും. അതിന് കാരണം ഹത്താ ഇദാ അദ്റകഹു അൽ വറഖു ഖാല ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദി ആമൻതു ബിഹി ബനു ഇസ്രായീൽ. വിശുദ്ധ ഖുർആനിൽ വിവരിക്കുന്നു, സൂറ യൂനുസിലുള്ളതാണ്. സമുദ്രം വന്ന് വിഴുങ്ങാൻ തുടങ്ങിയപ്പോൾ ഫിറഔൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു. ഏതൊന്നിലാണോ ബനി ഇസ്രായേൽ വിശ്വസിക്കുന്നത്? ഈ ഉമ്മത്തിലെ ഫിറഔൻ ശത്രുതയിലും കാഠിന്യത്തിലും മുമ്പുള്ള ഫിറഔനേക്കാൾ മുന്നിലായിരിക്കും. മരണസമയത്ത് അബൂജഹലിന്റെ വാക്കിൽ നിന്നും അത് വ്യക്തമാകുന്നുണ്ട്. അതുകൂടാതെ നിവേദനത്തിൽ ഇതും വരുന്നു, അബൂജഹലിന്റെ നാശത്തെക്കുറിച്ച് പറയുന്ന സ്ഥലത്ത് ഇത് നമുക്ക് ലഭിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹലിന്റെ ശിരസ് കണ്ടുകൊണ്ട് പറഞ്ഞു, അല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു
അള്ളാഹു അവനല്ലാതെ മറ്റാരും ആരാധനായിട്ടില്ല. അതുപോലെ തന്നെ 3 പ്രാവശ്യം പ്രകാരം പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദി ആഅസൽ ഇസ്ലാമ അഹ്ലി, എല്ലാ സ്തുതിക്കും അർഹൻ അള്ളാഹുവാകുന്നു, അവനാണ് ഇസ്ലാമിനെയും അതിനെ വിശ്വസിക്കുന്നവർക്കും ആദരവ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതും പറയപ്പെടുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ ഉമ്മത്തിലും ഒരു ഫിറഔൻ ഉണ്ടായിരിക്കും. ഈ ഉമ്മത്തിന്റെ ഫിറഔൻ അത് അബൂജഹലാകുന്നു. അയാളെ അള്ളാഹു വളരെ മോശപ്പെട്ട രീതിയിൽ കൊലപ്പെടുത്തിയുണ്ടായി. ഹസ്രത്ത് മആസ് ബിൻ അംർ ബിൻ ജമൂഇന്റെ വഫാത്ത് ഹസ്രത്ത് ഉസ്മാന്റെ കാലത്തിലാണ് സംഭവിച്ചത്. ഖലീഫ ബിൻ ഹയാത്ത് വിവരിക്കുന്നു, മആസ് ബിൻ അംർ ബിൻ ജമൂഇന്റെ ദിവസം ഒരു മുറിവേറ്റിരുന്നു. അതിനുശേഷം ഹസ്രത്ത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടം വരെ രോഗിയായിരുന്നു. പിന്നെ മദീനയിൽ വഫാത്തായി. ഹസ്രത്ത് ഉസ്മാൻ അദ്ദേഹത്തിന്റെ ജനാസ നിർവഹിച്ചു. അദ്ദേഹം ജന്നത്തുൽ ബഖീൽ മറവ് ചെയ്യപ്പെട്ടു. ഹസ്രത്ത് അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മആസ് ബിൻ അംർ ബിൻ ജമൂ എത്ര നല്ല മനുഷ്യനാണ്. അള്ളാഹു 1000 റഹ്മത്തുകൾ ഈ ആളുകൾ വർഷിച്ചുകൊണ്ടിരിക്കട്ടെ. അള്ളാഹുവിനോടും അവന്റെ പ്രിയതമനോടുമുള്ള സ്നേഹത്തിൽ മുങ്ങി അവന്റെ തൃപ്തി കരസ്ഥമാക്കുന്നവരായി മാറിയിരിക്കുന്നു. നമസ്കാരത്തിന് ശേഷം ഞാൻ ഒരു ജനാസ ഗായിബും നിർവഹിക്കുന്നതാണ്. അത് ബഹുമാന മലിക് സുൽത്താൻ ഹാറൂൻ ഖാൻ സാഹിബിന്റേതാണ്. അദ്ദേഹം മാർച്ച് 27 ഇസ്ലാമാബാദിൽ വെച്ച് വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ഖലീഫത്തുൽ മസീഹ് റാബിയുടെ മരുമകനാണ്. ഏറ്റവും ഇളയ മകളുമായി വിവാഹം ചെയ്തിരിക്കുന്നു. മലിക് സുൽത്താൻ ഹാറൂൺ സാഹിബ് ജന്മന അഹമ്മദിയായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് കർണൽ മലിക് സുൽത്താൻ മുഹമ്മദ് ഖാൻ എന്നായിരുന്നു. അദ്ദേഹം തന്റെ 23-ാമത്തെ വയസ്സിൽ 1923 ഹസ്രത്ത് മുസ്ലിം മൗദിന്റെ കരങ്ങളിൽ ബൈഅത്ത് ചെയ്തു. അദ്ദേഹം തന്റെ കുടുംബത്തിലെ ഏക അഹമ്മദിയായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ വിവാഹം ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു ചൗധരി ഫതഹ് മുഹമ്മദ് സാഹിബ് നിയാലിന്റെ മകൾ ബഹുമാനി ആയിഷ സിദ്ദീഖ സാഹിബുമായി നടത്തി. ഈ കുടുംബങ്ങൾ പഞ്ചാബിലെ വലിയ ആദരണീയ കുടുംബങ്ങളായി കണക്കാക്കപ്പെട്ടിരുന്നു. നവാബ് കുടുംബങ്ങളായിരുന്നു. ഇവരുടെ മലിക് അമീർ ഖാൻ പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഗവർണറായിരുന്നു. നവാബ് കാലാബാഗ് എന്ന പേരിൽ പ്രസിദ്ധനായിരുന്നു. അദ്ദേഹം കർണൽ മലിക് സുൽത്താൻ സാഹിബ് മുഹമ്മദ് സാഹിബിന്റെ പിതൃവ്യ പുത്രനായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാമഹന്റെ പേര് മലിക് സുൽത്താൻ സുർഖൈൽ ഖാൻ എന്നായിരുന്നു. അന്ന് ബ്രിട്ടീഷ് ഭരണമായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും കോളനികളായിരുന്നു അന്ന്. ഇവർക്ക് നവാബികളായതിനാൽ ഒരു പ്രത്യേക സ്ഥാനം നൽകിയിരുന്നു. അദ്ദേഹം തന്റെ മകൻ മലിക് സുൽത്താൻ മുഹമ്മദ് ഖാൻ സാഹിബിന് ശേഷം 4-5 വർഷം കഴിഞ്ഞപ്പോൾ അഹമ്മദിയത്ത് സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ചു. പ്രകൃതം നന്മയുള്ളതായിരുന്നു. ഭൗതികരായിട്ട് കൂടി ദീനിലേക്ക് ഒരു ചായ്വുണ്ടായിരുന്നു. അള്ളാഹു ആ നന്മ കാരണം അദ്ദേഹത്തിന് അഹമ്മദിയത്ത് സ്വീകരിക്കുവാനുള്ള ഭാഗ്യം നൽകി. സുൽത്താൻ ഹാറൂൺ സാഹിബിന്റെ വിവാഹം ചൗധരി അബ്ദുൽ ഹമീദ് സാഹിബിന്റെ ജൗമാഡ് ജിയമ്മന്റെ മകൾ സബീഹ ഹമീദ് സാഹിബ് ആയി നടന്നു. അത് ഖലീഫത്തുൽ മസീഹ് സാലിസ് ഇദ്ദേഹത്തിന് നിക്കാഹ് നിർവഹിച്ചു. അതത് ഖലീഫത്തുൽ മസീഹ് സാലിസ് നിക്കാഹിന്റെ അവസരത്തിൽ ഇപ്രകാരം പറഞ്ഞു, ചൗധരി ഫതഹ് മുഹമ്മദ് സാഹിബ് സിയാൽ എന്നോട് ഇംഗ്ലീസ്ഥാനിലെ ആദ്യ മുബല്ലിഗായിരുന്നു. എന്നോട് വലിയ ഔദാര്യം കാണിച്ച വ്യക്തിയാണ്. അത് ഖലീഫത്തുൽ മസീഹ് സാലിസ് പറയുന്നു, എന്റെ ചെറുപ്രായത്തിൽ അനുഭവജ്ഞാനം കുറവായിരുന്ന കാലയളവിൽ എന്നെയും ഒപ്പം കൂട്ടി എന്റെ അനുഭവങ്ങൾക്ക് വലിയ വിശാലത നൽകിയ വ്യക്തിയാണ്. ഗ്രാമത്തിൽ വസിക്കുന്നവർക്കായി എന്റെ മനസ്സിൽ നിറഞ്ഞിരുന്ന താല്പര്യം അത് പ്രകടിപ്പിക്കുവാനും എനിക്ക് ചൗധരി ഫതഹ് മുഹമ്മദ് സിയാൽ സാഹിബിനോടൊപ്പം താമസിച്ച കാരണത്താൽ സാധിച്ചു. അത് ഖലീഫത്തുൽ മസീഹ് സാലിസാണ് പറയുന്നു. ഇപ്പോഴും വല്ല സാധാരണ ഗ്രാമവാസിയെ കണ്ടുമുട്ടുമ്പോൾ
യാതൊരു സങ്കോചം കൂടാതെ സംസാരിക്കുവാനും അതിൽ സന്തോഷം കണ്ടെത്തുവാനും സാധിക്കുന്നുണ്ട്. അതൊരു പട്ടണവാസിയെ കണ്ടുമുട്ടുമ്പോൾ അനുഭവപ്പെടാറില്ല. കാരണം പട്ടണവാസികൾ പ്രകടനാത്മകത പ്രകടമായിരിക്കുന്നു. അവരുടെ ഈ ശീലം കാരണം അവരുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ അറിയാതെ തന്നെ നമ്മളിലും അതേ പ്രകടനാത്മകത ഉണ്ടാവാൻ പറയുന്നു. ഇന്ന് ഞാൻ ഈ അഭിവന്ദനായ ഔദാര്യ വ്യക്തിയുടെ മകളുടെ മകൻ മലക് സുൽത്താൻ ഹാറൂൺ ഖാൻ ഇബ്നു കർണൽ സുൽത്താൻ മുഹമ്മദ് ഖാൻ സാഹിബിന്റെ നിക്കാഹ് വിളംബരം ചെയ്യുകയാണ്. പിന്നീട് പറയുന്നു, സുഹൃത്തുക്കൾ ദുആ ചെയ്യുക. ഏതുപോലെ നമ്മുടെ പൂർവികർ യാതൊരു മടിയും അലസതയും കൂടാതെ ദീനീ സേവനത്തിൽ മുഴുകിയോ അതേ വികാരം സേവനത്തിന്റെ കാര്യത്തിലും അതുപോലെ ത്യാഗത്തിന്റെ കാര്യത്തിലും ഇവരുടെ തലമുറകളിലും നിലനിർത്തട്ടെ. അത് കൂടുതൽ പ്രകടവുമായിരിക്കട്ടെ. ഇന്ന് അദ്ദേഹത്തിന്റെ ഈ വഫാത്തിൽ വിവരിച്ച കാര്യം മലിക് ഹാറൂൺ സാഹിബ് മർഹൂമിന്റെ മക്കൾക്കും അള്ളാഹു അഹമ്മദിയത്തിനോടും ഖിലാഫത്തിനോടും ആ ബന്ധമുണ്ടാക്കുക മാത്രമല്ല കൂട്ടിയുറപ്പിക്കുവാനും തൗഫീഖ് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന് 3 ആൺമക്കളും 3 പെൺമക്കളുമാണുള്ളത്. മുമ്പ് പറഞ്ഞതുപോലെ മൂത്ത മകൻ സുൽത്താൻ മുഹമ്മദ് ഖാൻ സാഹിബ് അത് ഖലീഫത്തുൽ മസീഹ് റാബിന്റെ മരുമകനാണ്. പ്രദേശത്തെ ദരിദ്രരെ വലിയ നിലയിൽ സഹായിച്ചിരുന്നു. പ്രധാനമായും ആവശ്യക്കാരായ സ്ത്രീകളോട് വലിയ ഔദാര്യം കാണിച്ചിരുന്നു. സ്ത്രീകൾ പറയുന്നു, മലിക് സാഹിബിന്റെ ജീവിതത്തിൽ ഞങ്ങൾ ആ പ്രദേശത്ത് സുരക്ഷിതരായിരുന്നു എന്ന് മനസ്സിലാക്കിയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം ഞങ്ങൾക്ക് ഭയം അനുഭവപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. അട്ടക് എന്ന പ്രദേശത്ത് ശത്രുതയും വളരെ കൂടുതലാണ്. കഠിനഹൃദരായ ഒരുപാട് ആളുകളുണ്ട് അവിടെ. ദരിദ്രർക്ക് യാതൊരു അവകാശവും നൽകുന്നില്ല. വലിയ ഭൂ ഉടമകളാണ്. ഇദ്ദേഹം പ്രദേശത്തെ പ്രധാനിയായിരുന്നു. ദരിദ്രരെ വലിയ നിലയിൽ സഹായിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരി റാഷിദ സിയാൽ സാഹിബ കാനഡയിലാണ് താമസിക്കുന്നത്. പറയുന്നു, എന്റെ സഹോദരൻ സുൽത്താൻ ഹാറൂൺ ഖാൻ വളരെ പ്രത്യേകതകൾക്കുടമ ആയിരുന്നു. അഹമ്മദിയത്തിന്റെ കാര്യത്തിൽ വലിയ അഭിമാനം പ്രകടിപ്പിച്ചിരുന്നു. ഖിലാഫത്തിനായി ജീവൻ ത്യജിക്കാൻ തയ്യാറായ സുഹൃത്തുക്കൾക്ക് നല്ല സുഹൃത്തും ശത്രുക്കൾക്ക് ഭയവുമായിരുന്നു. ദരിദ്രരോടും പാവപ്പെട്ടവരുടെയും കൈത്താങ്ങായിരുന്നു. പറയുന്നു, ഒരിക്കൽ ഖലീഫത്തുൽ മസീഹ് റാബി എനിക്കൊരു കത്തിൽ എഴുതി, നിങ്ങളുടെ പിതാവ് അഹമ്മദിയത്തിന്റെ ഊരിപ്പിടിച്ച വാളായിരുന്നു. കർണൽ സുൽത്താൻ മുഹമ്മദ് ഖാൻ സാഹിബ്, നിങ്ങളുടെ മറ്റ് സഹോദരങ്ങളിലും ഈ നിറം കാണുന്നുണ്ട്. ഖലീഫത്തുൽ മസീഹ് സാലിസ് അദ്ദേഹത്തോട് ഒരിക്കൽ പറഞ്ഞു, വലിയ ശത്രുത കാണിച്ചിരുന്നു ആ പ്രദേശം. അവരുടെ ആ പ്രദേശത്തിന്റെ ഒരു ശൈലി തന്നെ സമ്പത്ത് ഭൂസ്വത്ത് കാരണത്താലും ശത്രുത പുലർത്തിയിരുന്നു. അതുപോലെ അഹമ്മദിയത്ത് കാരണത്താലും ശത്രുത ഉണ്ടായിരുന്നു. ഖലീഫത്തുൽ മസീഹ് സാലിസ് അദ്ദേഹത്തോട് പറഞ്ഞു, വെടിയുണ്ടകൾ വരും, എന്നാൽ അതെല്ലാം മുകളിലൂടെ പാഞ്ഞു പോകും. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊന്നും സംഭവിക്കുകയില്ല. അത് പറയുന്നു, ഖലീഫ സാലിസിന്റെ ഈ വാക്കുകൾ പുലർന്നതായി ഞങ്ങൾ കണ്ടു. 1977 ഫതഹ് ജംഗ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അദ്ദേഹത്തിന്റെ മേൽ ആക്രമണം ഉണ്ടായി. മലിക് സുൽത്താൻ സാഹിബിന്റെ മേൽ വെടികൾ ഉതിർത്തു. തലമുടിയെ സ്പർശിച്ചുകൊണ്ട് അത് കടന്നുപോയി. അദ്ദേഹത്തിന് യാതൊരു മുറിവും ഉണ്ടായില്ല. അള്ളാഹു അത്ഭുതമാം വിധം സംരക്ഷണം നൽകി. ദരിദ്രരോടും പാവപ്പെട്ടവരോടും സഹാനുഭൂതി കാണിച്ചു. എഴുതുന്നു, ബലഹീനതകൾക്ക് നിസ്സഹായർക്കും സഹായിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരൻ മലിക് സുൽത്താൻ റഷീദ് ഖാൻ സാഹിബ് പറയുന്നു, ഞങ്ങളുടെ പിതാവിന് ശേഷം ഞങ്ങളുടെ വീട്ടിലെ യഥാർത്ഥ നേതാവ് ഇദ്ദേഹമായിരുന്നു. എന്റെ എല്ലാ ശ്രമങ്ങൾക്ക് ശേഷവും ജമാഅത്തിന്റെ ഏത് ജോലിയാണെങ്കിലും അദ്ദേഹം എന്നേക്കാൾ എപ്പോഴും മുന്നിലായിരുന്നു. അതായത് മസീമോദ് അലി ഇസ്ലാമിനോടും ഖുലഫാക്കളോടും സംവിധാനത്തിനോടും സത്യസന്ധമായ സ്നേഹം പുലർത്തിയിരുന്നു. ഒരിക്കൽ 1974 സംഭവത്തിന് ശേഷം എന്റെ മുന്നിൽ വെച്ചൊരു വലിയൊരു ഓഫീസർ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ ഹദ്രത്ത് സാഹിബിന്റെ മേലുള്ള വിശ്വാസത്തെ എപ്രകാരമാണ് കാണുന്നത്? പഞ്ചാബിൽ അദ്ദേഹം മറുപടി നൽകി, ലോഹേ വർഗ, അതായത് ലോഹത്തെ പോലെ ശക്തമായിരിക്കും എന്റെ വിശ്വാസം ഖിലാഫത്താണ്. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബിന്റെ ഹിജ്റത്തിന്റെ യാത്രയിൽ കറാച്ചി വരെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അതിലും പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചു. റഷീദ് സാഹിബ് എഴുതുന്നു, എന്റെ പക്കൽ ഖലീഫത്തുൽ മസീഹ് റാബിന്റെ കത്തുകൾ സുരക്ഷിതമാണ്. അതിൽ ഒരു കത്തിൽ ഖലീഫത്തുൽ മസീഹ് റാബി അദ്ദേഹത്തെ അഹമ്മദിയത്തിന്റെ ജർണയിൽ എന്നും മറ്റൊന്നിൽ അഹമ്മദിയത്തിന്റെ മേലുള്ള സ്നേഹത്തിലും അഭിമാനത്തിലും ഊരിപ്പിടിച്ച വാളെന്നും എഴുതിയിരിക്കുന്നു. ഏതുവരെ എന്നാൽ രാത്രികളിൽ നഫലുകളും നിർവഹിച്ചിരുന്നു. വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധമുണ്ടായിരുന്നു. റഷീദ് സാഹിബ് എഴുതുന്നു, വളരെ കുറച്ചു പേർക്ക് മാത്രം ഇതിനെക്കുറിച്ച് അറിവുള്ളൂ. അതിനെക്കുറിച്ച് ഒരിക്കലും പറയുമായിരുന്നില്ല. എന്നാൽ ഈ 2 കാര്യത്തിലും വലിയ കൃത്യത പാലിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരൻ എഴുതുന്നു, 2016 എനിക്ക് ശക്തമായ അസുഖം ബാധിച്ചില്ലായിരുന്നുവെങ്കിൽ എനിക്കും ഇക്കാര്യം ഒരുപക്ഷെ അറിയുമായിരുന്നില്ല. രോഗം കാരണം ഞങ്ങൾ 2 പേരും ഒരേ മുറിയിൽ 4 മാസക്കാലം ഒരുമിച്ച് താമസിച്ചു. ആ ദിവസങ്ങളിൽ എനിക്ക് എഴുന്നേൽക്കാനും ഇരിക്കാനും പ്രയാസമായിരുന്നു. എന്നോടൊപ്പം താമസിച്ചു ഒരു മുറിയിൽ എന്നെ പരിചരിച്ചു.
പിന്നെ അദ്ദേഹത്തിന്റെ തിലാവത്തും നഫലുകളിലുള്ള കൃത്യതയും വിവരണങ്ങൾക്ക് അപ്പുറമാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, വല്ല ജോലിക്കാരെ നിയമിക്കാം, നിങ്ങൾ എന്തിനാണ് ബുദ്ധിമുട്ടുന്നത്, അയാൾ എന്നെ നോക്കിക്കോളും. അദ്ദേഹം പറഞ്ഞു, ഞാൻ താങ്കളുടെ അടുക്കലുള്ളപ്പോൾ ഒരു ജോലിക്കാരന്റെയും ആവശ്യമില്ല. പിന്നെ റഷീദ് സാഹിബ് എഴുതുന്നു, വലിയ ജനങ്ങൾക്ക് ഉപകാരിയായിരുന്നു. എല്ലാ തരത്തിലും 9-10 സ്കൂളുകൾ നിർമ്മിച്ചു. വരുമാനം കൂടുതൽ ലഭിക്കാത്ത അവസരങ്ങളിൽ സ്കൂളിന് വേണ്ടി പണം നൽകുമായിരുന്നു. ജോലിക്കാരോടൊപ്പം സ്വയം ജോലി ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെക്കാൾ ഞാൻ കൂടുതൽ ജോലി ചെയ്യുന്നു. ഞാൻ നവാബിന്റെ മകനാണെന്നോ വലിയ ഭൂ ഉടമയാണെന്നോ ഉള്ള വിചാരം തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മകൾ സുൽത്താന കാഷിഫ് എഴുതുന്നു, എന്റെ പിതാവ് ഖിലാഫത്തിനോട് സ്നേഹവും ആത്മാർത്ഥതയും പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു. അത് രഹസ്യമായ കാര്യമല്ല. ഓർമ്മ വെച്ച നാൾ മുതൽ പിതാവിൽ നിന്ന് ലഭിച്ച പാഠം എപ്പോഴും അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുക. ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും ദുആയോടുകൂടി പൂർത്തിയാക്കുക. ദുആ ഇല്ലെങ്കിൽ ഒന്നും തന്നെയില്ല. അള്ളാഹുൽ അങ്ങേയറ്റം പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. അങ്ങേയറ്റം ധൈര്യവും ധീരതയും പ്രകടിപ്പിച്ച മനുഷ്യനായിരുന്നു. അള്ളാഹു അല്ലാതെ മറ്റാരെയും ഭയന്നിരുന്നില്ല. സൃഷ്ടി സേവനത്തിലും എപ്പോഴും മുഴുകിയിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ സുൽത്താൻ മുഹമ്മദ് ഖാൻ പറയുന്നു, എന്റെ പിതാവ് ഒരുപാട് സോഷ്യൽ വർക്ക് ചെയ്തിരുന്നു. 2 നിർമ്മിച്ചു, 2 ഖബർസ്ഥാന് വേണ്ടി ഭൂമി നൽകി, 8 സ്കൂളുകൾക്ക് വേണ്ടി ഭൂമി നൽകി, എണ്ണമറ്റ ആളുകളെയും പാവപ്പെട്ടവർക്കും ജോലി നൽകി. അവർക്ക് എപ്പോഴും ഉപകാരപ്പെട്ടുകൊണ്ടിരുന്നു. അള്ളാഹു കാരുണ്യത്തോടും മാഫറത്തോടും കൂടി പെരുമാറട്ടെ. അദ്ദേഹത്തിന്റെ സന്താനങ്ങൾക്കും നന്മകളിൽ നിലനിർത്തുമാറാകട്ടെ. ജമാഅത്തിനോടും ഖിലാഫത്തിനോടും ബന്ധം പുലർത്തുന്നവരാകട്ടെ. ജനാസ ഞാൻ പറഞ്ഞതുപോലെ നമസ്കാരത്തിന് ശേഷം നിർവഹിക്കുന്നതാണ്. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر